ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ചർച്ചകളിലെ ഒരു ധാരണാപത്രം പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് കരാറിൽ ഉൾപ്പെടുമെന്ന് ശനിയാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. ഇത് US-ഇറാനിയൻ ചർച്ചകളുടെയും മറ്റ് രാജ്യങ്ങളുടെയും അന്തിമ തീരുമാനത്തിന് വിധേയമായി തുടരുമെന്നും കൂട്ടിച്ചേർത്തു. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പാകിസ്ഥാൻ, ജോർദാൻ, ഈജിപ്ത്, തുർക്കി, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് US പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും താൻ പ്രത്യേകം സംസാരിച്ചതായി ട്രംപ് പറഞ്ഞു. കരാറിന്റെ അന്തിമ വശങ്ങളും വിശദാംശങ്ങളും നിലവിൽ ചർച്ച ചെയ്തു വരികയാണെന്നും ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം എഴുതി. ഇരുപക്ഷവും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്റെ രാജ്യം തുടരുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഭാവിയിൽ US-ഇറാൻ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിന് ആതിഥേയത്വം വഹിക്കാൻ കഴിയുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. ചർച്ചകളുടെ പുരോഗതിയിൽ അങ്കാറ സന്തുഷ്ടനാണെന്നും ഏതൊരു കരാറും സ്പെയിനിലൂടെ സ്വതന്ത്രമായി കടന്നുപോകാൻ സഹായിക്കുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാ കക്ഷികളും നയതന്ത്ര സംരംഭം ഏറ്റെടുത്ത് ഒരു കരാറിലെത്തണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് ഓഫീസ് ഒരു പ്രത്യേക പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ശാശ്വതമായ വെടിനിർത്തൽ കരാറിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വഴിത്തിരിവായി ഇതിനെ കണക്കാക്കാം. ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ അതിനുശേഷവും സംഘർഷം രൂക്ഷമാകുമെന്ന ഭീഷണികൾ ഇടയ്ക്കിടെ ആവർത്തിച്ചിരുന്നു. ശനിയാഴ്ച US പതാകയിൽ പൊതിഞ്ഞ ഇറാന്റെ ചിത്രം പോസ്റ്റ് ചെയ്തതും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകളിൽ പ്രോത്സാഹജനകമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.